ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പം നമ്മുടെ വീട്ടിൽ ശർക്കര വരട്ടി ഓണം സ്പെഷ്യൽ റെഡിയായി. മമ്മി ഉണ്ടാക്കി അടിപൊളി ശർക്കര വരട്ടിയാണ്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ കായയുടെ തൊണ്ട് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം, കുറച്ച് ഉപ്പ് ചേർത്ത്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് അരിഞ്ഞിട്ട് അത് നല്ല വെള്ളത്തിൽ ഇങ്ങനെ കഴുകി 2 പ്രാവശ്യം എടുക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറയൊക്കെ പോവാൻ. അതിനുശേഷം ജീരകം, അരി, ഏലക്കായ, ചുക്ക് അതൊക്കെ വറുത്തിട്ട് പൊടിച്ച് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഈ നമ്മുടെ ഇതിനകത്ത് മെയിൻ ആക്കി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൊടിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം, നല്ല നല്ല ഫൈൻ പൗഡറായിട്ട്. എന്നിട്ട് നമ്മുടെ മറ്റേ ശർക്കരയില്ലേ അത് തിളപ്പിച്ചിട്ട് ഇത് ഈ കൺസിസ്റ്റൻസി നോക്കുക കേട്ടോ, ഇത്ര എടുക്കണം. എന്നിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ അതൊക്കെ കളയാനുള്ളതാണ്. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിൽ കായ വറുത്ത് ഗോൾഡൻ കളറായിട്ട് നല്ല മുറുകണം. അത്ര കുറച്ചൊരു വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മുറുകി കിട്ടും, ഇച്ചിരി ലാസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ശർക്കര ഫിൽറ്റർ ചെയ്തെടുത്തിട്ട് അത് നന്നായി കുറുകി വന്നു കഴിയുമ്പോൾ നമ്മുടെ കായ കുറച്ച് വറുത്തതാണ് ഈ കായ നന്നായിട്ട് ഇളക്കണം, കൈവിടാതെ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ അടുപ്പത്തു നിന്ന് എടുത്ത് വെക്കണം, കാരണം ഇത് ചൂട് ഇതായിപ്പോയാൽ ഇതിന്മേൽ പിടിക്കാൻ പാടാം. അപ്പോൾ ഇതൊന്ന് കട്ട പിടിക്കണം. അപ്പോൾ കുറച്ച് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഫ്ലേവറിൻ്റെ സാധനങ്ങൾ ഈ ചുക്ക്, ജീരകം, ഏലക്കായ, എന്നിട്ട് അതൊക്കെ പൊടിച്ചത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടുമ്പോൾ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അപ്പോഴാണ് ആ ഫ്ലേവർ എല്ലായിടത്തും പിടിക്കുള്ളൂ. പിന്നെ അരി പൊടിച്ചത് അതിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ശർക്കര വരട്ടി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടേണ്ടത്. അപ്പോൾ ഈ അരിപ്പൊടി ഇട്ട് അത്ര ടേസ്റ്റ് വരില്ല, ഈ അരി പൊടിച്ചിടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. കണ്ടോ, ഇതിനെ കണ്ടോ, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ക്രിസ്പി ക്രഞ്ചിയാണ് സാധനം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സാധനം റെഡിയായി. ഇതാണ് ശർക്കര വരട്ടി. അപ്പോൾ ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണിച്ചു തരാം, ഇപ്പോൾ തന്നെ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്, കണ്ടോ, നല്ല ക്രഞ്ചി അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഓണം സ്പെഷ്യൽ ശർക്കര വരട്ടി വീട്ടിലുണ്ടാക്കാം.